ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊരട്ടിമുത്തി ചർച്ചിലോട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് ഏകദേശം 6.5 കിലോമീറ്റർ അകലെയായിട്ടാണ് നമ്മുടെ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ഉള്ളത്. ഇപ്പോൾ എൻ്റെ പുറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു കൊട്ടാരം കേട്ടോ. അതായത് പാലിയം കൊട്ടാരം എന്ന് പറയുന്നത് കൊച്ചി മഹാരാജാവിൻ്റെ മന്ത്രിയായിരുന്ന പാലിത്തച്ഛൻ്റെ കൊട്ടാരമാണ് ഈ കാണുന്നത്. ഏതായാലും നമ്മൾ ഈ കൊട്ടാരത്തിലോട്ടല്ല ഇന്ന് കയറുന്നത്. ഇന്ന് നമ്മൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊരട്ടിമുത്തി ചർച്ചിലോട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളപ്പോൾ പാറൂരിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് എന്ന് വെച്ചാൽ മാളയിൽ കൂടിയാണ് കേട്ടോ. അതായത് നമ്മൾ ഹൈവേ സെലക്ട് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേയിൽ ഒത്തിരി തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയുടെ തിരക്കില്ലാതെ നല്ല കൂളായിട്ട് പോകാൻ പറ്റിയ ഒരു റൂട്ടാണ്. അതായത് നോർത്ത് പറവൂരിൽ നിന്ന് മാള വഴി പോവുകയാണെങ്കിൽ ഒട്ടും തിരക്കില്ലാതെ നമുക്ക് നേരെ കൊരട്ടി ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിലായിട്ട് നമുക്ക് ചെന്ന് കയറാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അതായത് ഒത്തിരി പച്ചപ്പ്, അതുപോലെ തന്നെ നല്ല ശുദ്ധവായുവൊക്കെ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ മാളയെന്ന് പറയുന്നത്. ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് നമ്മുടെ മാള വരുന്നത്. നല്ല ഭംഗിയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, നല്ല വെയിലുള്ള ടൈമാണെങ്കിലും ഇവിടെ ഒത്തിരി പച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ മാള ടൗണാണ് കേട്ടോ. അതായത് നമ്മുടെ മാള അരവിന്ദിൻ്റെ സ്വന്തം നാടായ മാള ടൗണിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ നിർത്താനുള്ള കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ ഇതിൽ കൂടെ വന്നപ്പോൾ കണ്ട ഒരു ബിൽഡിങ്ങാണ് അറ്റത്തായിട്ട് കാണുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിനഗാണ്, അതായത് ജൂത പള്ളിയാണ് കാണുന്നത്. ജസ്റ്റ് നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. ഈ ജൂതപ്പള്ളി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാള ടൗണിൽ തന്നെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് പോയിട്ട് വീഡിയോ എടുത്തോട്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അകത്തോട്ട് പെർമിഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ജൂതപ്പള്ളിയാണത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏതായാലും യാത്ര ചെയ്തിട്ട് കൊരട്ടിമുത്തി പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ കൊരട്ടിമുത്തി പള്ളി. പിന്നെ നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന കൽക്കുരിശാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയുടെ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരു കൽക്കുരിശാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിവരണം ഇവിടെ ഈ ഒരു മതിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് പോയി നോക്കാം എന്താണെന്നുള്ളത്. ഇവിടെ 1 നമ്പർ ഇട്ട് വെച്ചിട്ടില്ലേ, അതാണ് ഏറ്റവും മേളിൽ കാണുന്നതാണ് നമ്മുടെ കൽക്കുരിശിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങൾ ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ കാണുന്നതാട്ടോ നമ്മുടെ കൊരട്ടിമുത്തി പള്ളി കേട്ടോ. നല്ല ഭംഗിയാട്ടോ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഈ ഡിസൈനൊക്കെ കാണാനായിട്ട്. അതുപോലെ തന്നെ ആ ഭാഗത്തൊക്കെ കുറേ മാതാവിൻ്റെ ആണെങ്കിലും ഒരു രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഏറ്റവും മേളിലായിട്ട് നമ്മുടെ മാതാവ് ഉണ്ണീശനും പിടിച്ചിരിക്കുന്ന ഒരു രൂപം ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതിനടുത്ത് തന്നെ ആയിട്ട് നമ്മുടെ ഒരു വാഴക്കൊല വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊരട്ടിമുത്തി പള്ളിയിലെ പ്രധാന നേർച്ചകളിലൊന്നാണ് കേട്ടോ നമ്മുടെ ഇവിടെ പൂവൻകൊല സമർപ്പണം. നമ്മൾ പള്ളിയിലോട്ട് കയറുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ഈ മാതാവിൻ്റെ രൂപമാണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഡോറിൽ തന്നെ ആയിട്ട് മാതാവ് ഉണ്ണീശുവിനെ പിടിച്ചിരിക്കുന്ന വലിയൊരു രൂപം ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും വലിയൊരു വാഴക്കൊലയും അതിൻ്റെ സൈഡിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പള്ളിയുടെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഉള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ പള്ളിയുടെ അകമെല്ലാം തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മളപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ കൊരട്ടിമുത്തി പള്ളിയുടെ ആൾത്താരെയാണ് ഈ കാണുന്നത്. നമ്മുടെ പള്ളിയുടെ ആൾത്താരുടെ അടുത്ത് തന്നെയായിട്ട് ഇവിടെ ഒരു സ്വർണത്തിൻ്റെ ഒരു പൂവൻകൊലയും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ ഏതായാലും പള്ളിയുടെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ, അകത്ത് പള്ളിയിൽ ഒരു സ്വർണത്തിൻ്റെ വാഴക്കൊല ഇരിക്കുന്നത് കണ്ടില്ലേ, അത് നമ്മുടെ പള്ളിയുടെ ഒരു ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊരു ഭക്തൻ നമ്മുടെ പള്ളിയിലോട്ട് നേർച്ചയായിട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ വാഴക്കൊല ഒരു പ്രമാണി നിർബന്ധപൂർവ്വം അതിൽ നിന്ന് എടുത്ത് കഴിക്കുകയും പിന്നെ ആൾക്ക് വിട്ടുമാറാത്ത വയറുവേദന വരികയും ചെയ്ത് അവസാനം പുള്ളി അത് മാറാൻ വേണ്ടി നേർച്ചയായിട്ട് കൊടുത്ത സ്വർണത്തിൻ്റെ വാഴക്കൊലയാണ് നമ്മളവിടെ കണ്ടത്. അതുമാത്രമല്ല പുള്ളിയുടെ സ്വത്തിൻ്റെ പകുതി നമ്മുടെ ഈ കൊരട്ടിമുത്തിക്ക് പുള്ളി കൊടുക്കേണ്ടേട്ടാ. പിന്നെ ഞാനിപ്പോൾ ഈ നിൽക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയുടെ അകത്തുള്ള റോസറി പാർക്കിലാണ് കേട്ടോ ഉള്ളത്. ഇത് നമ്മുടെ 1-ാം രഹസ്യം അതുപോലെ ബൈബിളായിട്ട് ബന്ധപ്പെട്ട പല രൂപങ്ങളാണ് ഈ റോസറി പാർക്കിൽ പല സ്ഥലങ്ങളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കാണുന്നത് റോസറി പാർക്കിൻ്റെ അകത്തുള്ളൊരു സ്റ്റേജാണ് കേട്ടോ.
നമ്മൾ റോസരി പാർക്കിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ ചുറ്റിനുമുള്ള മതിലുകളിലായിട്ട് പ്രാർത്ഥനകൾ അത് പല രാജ്യങ്ങളുടെ ഭാഷയിൽ ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ കണ്ടില്ലേ, ഇവിടെ പോർച്ചുഗീസ്, അതുപോലെ തന്നെ ഇവിടെ ഫിലിപ്പിനോ, ചൈനീസ്, അതുപോലെ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ശ്രീലങ്കൻ, ബർമീസ്, അങ്ങനെ പല രാജ്യങ്ങളുടെ ലാംഗ്വേജിലാണ് കേട്ടോ നമ്മുടെ ഇവിടെ പ്രാർത്ഥന എഴുതി വച്ചിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ റോസരി പാർക്കിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല മനോഹരമായിട്ടാണ് നമ്മുടെ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പല ഭാഷകൾ, അതായത് പല രാജ്യങ്ങളുടെ ലാംഗ്വേജിൽ ഇവിടുത്തെ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ കാണുന്ന രൂപം നമ്മുടെ റോസരി പാർക്കിൻ്റെ നടുക്കായിട്ടാണ് കേട്ടോ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്കിതിൽ കൂടെ നടന്ന് മേളിലോട്ട് കയറാം. ഇതിൻ്റെ താഴെയായിട്ട് വെള്ളമുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി മീനുകളും ഇവിടെ കാണാൻ കഴിയും കേട്ടോ. നല്ല മനോഹരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ രൂപം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. വളരെ മനോഹരമാണ്. നമ്മുടെ പള്ളിയുടെ സൈഡിലോട്ട് നോക്കുമ്പോൾ കാണുന്നുണ്ടല്ലേ, ഇതൊരു ഗുഹ പോലെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് കണ്ടില്ലേ, ഇതൊരു മാമോദിസക്കല്ലാണ് കേട്ടോ. ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു മാമോദിസക്കല്ലാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡിലായിട്ട് ഒരു മണിയും കൂടെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് പഴയ കാലത്തുണ്ടായിരുന്ന പള്ളിയുടെ മണിയായിരിക്കണം. ഇവിടെ കുറേ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ഈ കൊരട്ടിമുത്തി പള്ളിക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അതായത് വേളാങ്കണ്ണി പള്ളിക്ക് ശേഷം, അതായത് പരിശുദ്ധ മാതാവിൻ്റെ പേരിലുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ 2ാം സ്ഥാനമാണ് നമ്മുടെ ഈ കൊരട്ടിമുത്തി ചർച്ചിനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രവും നമ്മുടെ കൊരട്ടിമുത്തി പള്ളിയാണ് കേട്ടോ. നമ്മുടെ ഈ കൊരട്ടിപ്പള്ളി സ്ഥാപിതമായിട്ട് 1381 അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിക്ക് 642 വർഷം പഴക്കമുണ്ടെന്നാണ് കേട്ടോ കരുതപ്പെടുന്നത്. ഇത് പള്ളിയുടെ സൈഡിലുള്ളൊരു മാതാവിൻ്റെ ഒരു രൂപമാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഏതായാലും നമ്മുടെ പള്ളിയിൽ വന്നിട്ട് കാണേണ്ട കാഴ്ചകളെല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങളതിൻ്റെ പുറകിൽ കാണുന്നത് നമ്മുടെ പള്ളിയുടെ ബാക്ക് സൈഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.